അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കോടികളുടെ ആസ്തിയുള്ള അതല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഉടമ സ്വയം ജീവനൊടുക്കുക എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായിരിക്കാം. ഇങ്ങനെ ഇൻകം ടാക്സ് റെയ്ഡും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡും CBI റെയ്ഡും ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു റെയ്ഡിന്റെ ഇടയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി സ്വയം നിറയൊഴിച്ച് മരിക്കുക എന്നുള്ളത് അപൂർവത്തിൽ അപൂർവമായ ഒരു സംഭവം തന്നെയാണ്. ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ബംഗളൂരുവിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള പരിശോധനയാണ് ഇൻകം ടാക്സ് നടത്തിയത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. നേരത്തെ തന്നെ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇൻകം ടാക്സിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ കേരളത്തിലും ചില സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള പരിശോധനകളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത്തരം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഇത്തരം പരിശോധനകളും അതുപോലെ തന്നെ ചില ക്രമക്കേടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുമെങ്കിലും ഈ രീതിയിലുള്ള പരിശോധനയ്ക്കിടയിലുള്ള ഒരു മരണം അത് ഒരിക്കലും സമീപകാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതാണ് എന്നുള്ളതാണ്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയേറെ കോടികളുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പിന്റെ ഒരു ഉടമയ്ക്ക് പരിശോധനയ്ക്കിടെ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതാണോ കാരണം? ഇനി അതല്ല വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സ്വയം പിസ്റ്റൾ ഉപയോഗിച്ച് നിറയൊഴിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പരിശോധനയ്ക്ക് ഇടെ തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന സ്ഥിരീകരണത്തിലേക്ക് ഏതാണ്ട് എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിനീത, എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര വലിയ ആസ്തിയുള്ള, ഇത്രയേറെ സ്ഥാപനങ്ങളുള്ള, ഇത്രയേറെ കെട്ടിടങ്ങൾ നിർമ്മിച്ച ഒരാൾക്ക് എന്തിനാണ് ഈ പരിശോധനയുടെ